കണ്ടല്ലൂർ തെക്ക് SNDP യോഗം ശാഖാ നമ്പർ 203 ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു. കണ്ടല്ലൂർ തെക്ക് 203 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷയിൽ ശാഖായോഗ പരിധിയിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും മറ്റ് ക്ലാസുകളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ശാഖായോഗം പ്രസിഡന്റ് K. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനം കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തിരുവിതാംകൂറിലേക്ക് ഡോക്ടറായിട്ട് വരുന്ന വലിയ അധികാരം കിട്ടും, വലിയ സ്വീകരണം കിട്ടുമെന്നൊക്കെ അങ്ങനെ ഡോക്ടർ പലപ്പോഴും ഈ തിരുവിതാംകൂറിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ഡോക്ടറായി അംഗീകരിക്കുന്നത് അദ്ദേഹത്തെ ഡോക്ടറായി അംഗീകരിക്കുന്നു. കാരണം ഒരു ഡോക്ടർ ഒരു രോഗിയെ തൊട്ട് ചികിത്സിക്കുന്നു. ജാതിയിൽ കുറഞ്ഞ ഡോക്ടർ പലപ്പോഴും സവർണ രോഗികളായി വരുമ്പോൾ അവരെ തൊടേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് ഡോക്ടറാകാൻ പറ്റില്ല എന്ന് ഡോക്ടർ പലപ്പോഴും ആ ഡോക്ടർ പലപ്പോഴും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകും. ആ ഡോക്ടർ പലപ്പോഴും അപമാനിക്കുക കൂടി ചെയ്തു. പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. അന്ന് സാധാരണ എന്തെങ്കിലും രാജകുടുംബത്തിന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ അന്ന് തെങ്ങിന് കരം കൊടുക്കണമായിരുന്നു. തെങ്ങിന് കരം കൊടുക്കേണ്ട സാഹചര്യത്തിൽ അത് ഒഴിവാക്കി കൊടുക്കും ചിലർ. അപ്പോൾ ഡോക്ടർ പലപ്പോഴും പറഞ്ഞു, താങ്കൾ എന്തായാലും മെട്രിക്കുലേഷൻ പരീക്ഷയിൽ പാസ്സായി ഇവിടുന്ന് പോയി വൈദ്യശാസ്ത്രത്തെ ബിരുദം സമ്പാദിച്ചു വന്ന ആളല്ലേ, ഡോക്ടറല്ലേ, 16 തെങ്ങ് ഞങ്ങൾക്ക് സൗജന്യമായി തന്നേക്കാം. ആ 16 തെങ്ങ് ചെത്തിയോ തേങ്ങ വെട്ടിയോ ജീവിച്ചുകൊള്ളാം. അങ്ങനെ അപമാനിച്ച് പുറത്താക്കപ്പെട്ട ഡോക്ടർ പൽപു മൈസൂരിലേക്കാണ് പോകുന്നത്. അവിടെ അദ്ദേഹത്തെ വിധി കഴിക്കുമ്പോഴുള്ള അവിടെ മൈസൂരിൽ അറിയപ്പെടുന്ന ഡോക്ടറായ അദ്ദേഹം വളർന്നു. അദ്ദേഹം മൈസൂരിൽ സേവനമനുഷ്ഠിക്കുന്ന കാലത്താണ് സ്വാമി വിവേകാനന്ദൻ മൈസൂരിൽ. സ്വാമി വിവേകാനന്ദ കേരളത്തിലെ പൊതുസ്ഥിതി, ജാതി വിവേചനം, ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമില്ല, സവർണമായി അടിച്ചമർത്തിയിരിക്കുകയാണ്, പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ദുഃഖം, വസ്ത്രം ധരിക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളുമുണ്ട്. അപ്പം അദ്ദേഹം അങ്ങനെയാണ് കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറയാനുള്ള സാധിക്കും. ശാഖായോഗം സെക്രട്ടറി S. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കായംകുളം SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു, ശാഖായോഗം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ K. ശിശുപാലൻ, N. ചന്ദ്രസേനൻ, S. സുരേന്ദ്രൻ, B. സുദേവൻ, S. ഗോപകുമാർ, J. വിശ്വലാൽ, P. S. രാജൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ V. സുരേഷ് കുമാർ, ശാഖായോഗം വനിതാ സംഘം പ്രസിഡന്റ് സിന്ധു, വനിതാ സംഘം സെക്രട്ടറി CGV ശശി എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് R. വിനോദ് പറഞ്ഞു. CD ന്യൂസ് കായംകുളം.